പരമ്പരാഗത വ്യവസായങ്ങൾ ഈറ്റില്ലമാണ് കൊല്ലം. കയറ കശുവണ്ടി മേഖലകൾ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി വലിയ തകർച്ചയെ നേരിടുന്നു. കശുവണ്ടിക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതും കയറുൽപ്പന്നങ്ങൾക്ക് വിപണിയില്ലാത്തതും വലിയ തിരിച്ചടിയാണ്. എന്താണ് ഒരു പരിഹാരം ബജറ്റിലുള്ളത് എന്നുള്ളത് കൊല്ലം ഒന്നാകെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. എസ് കെ, പരമ്പരാഗത വ്യവസായമായ കൊല്ലത്ത് കേന്ദ്ര ബഡ്ജറ്റ് വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കശുവണ്ടി മേഖലയെ സംബന്ധിച്ച് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ നിരവധിയായ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറക്കുമതി തീരുവ, കശുവണ്ടിയുടെ ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നുള്ളതാണ് വ്യവസായികൾ തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. ഇത് ഈ മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് സഹായകരമാകും എന്നുകൂടി വ്യവസായികൾ പറയുന്ന വാക്കുകളിലുണ്ട്. മറ്റൊന്ന്, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജോലിയെടുക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ PF ആനുകൂല്യങ്ങൾ ഇവ കൃത്യമായി ഉയർത്തുക, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുക എന്നീ കാര്യങ്ങൾ കൂടി വ്യവസായികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, കേരളത്തെ ഈ കശുവണ്ടി വ്യവസായത്തിന്റെ ഹബ്ബായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്. കശുവണ്ടി മേഖലയ്ക്ക് പ്രതീക്ഷ ഇല്ലാത്തതും നിരാശ പടർത്തുന്നതുമായിട്ടുള്ള ബഡ്ജറ്റ് തന്നെയാണ് നാളിതുവരെയായി അവതരിപ്പിക്കപ്പെട്ടുള്ളൂ. അതിലേറ്റവും വലിയ പ്രശ്നം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് കശുവണ്ടി വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനൊരു ചുങ്കം ഏർപ്പെടുത്തിയത്. ലോകത്തൊരു രാജ്യത്തും അവിടുത്തെ തൊഴിലാളികൾക്ക് പണി നൽകാൻ വേണ്ടി റാ മെറ്റീരിയൽസ് കശുവണ്ടി പോലെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ മേളിലൊരു ചുങ്കം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് കശുവണ്ടിയുടെ കാര്യത്തിൽ വേറൊരു രാജ്യത്തും ഇല്ലാത്തതാണ്. കയർ മേഖല പൂർണ്ണമായും ജില്ലയിൽ നിർജ്ജീവമായ അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുനർജീവന പാക്കേജ് ഈ മേഖലയിൽ വേണമെന്ന ആവശ്യം വളരെ കാലമായി ഉയർന്നതാണ്. ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കരുതുന്നത്. കേരളത്തിലെ കയർ തൊഴിലാളി, പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെയേറെ കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ടെക്നിക്കൽ ഇംപ്രൂവ്മെന്റ് സഹായം ഉൾപ്പെടെ അതിനുള്ള സാങ്കേതിക മികവിന്റെ നൈപുണ്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ ഈ ബഡ്ജറ്റ് ശ്രമിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ വന്നാൽ അത് പ്രയോജനം ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. മറ്റൊന്ന്, അസംസ്കൃത വസ്തുക്കൾക്കുണ്ടായ ക്ഷാമവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിലവർദ്ധനവുമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ, ഒരു തദ്ദേശീയമായി ഇക്കാര്യത്തിൽ നൂതനമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കയർ വ്യവസായത്തെ പിടിച്ചു നിർത്താനുള്ള ലക്ഷ്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ അവർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് കൊല്ലത്ത് പരമ്പരാഗത വ്യവസായത്തെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ പ്രധാനമായി ഉള്ളത്. Okay, thank you, Arun Raj.